കാരുണ്യാമൃതവാരധിം കരളസത്കോദണ്ഡബാണോജ്വലാം സീതാചിത്തസരോജചാരുമിഹിരം ദുർവാദളശ്യാമം ശ്രീമദ്വായുസുതേന ലാളിതപദം ഭോജം പരം ദൈവദം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണത്തിലെ 52-ാം സർഗം ധൂമ്രാക്ഷവധം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കേട്ടതാണ് ധൂമ്രാക്ഷൻ്റെ അക്രമങ്ങളിൽ വാനരന്മാരൊക്കെ തളർന്ന് വീഴുന്നതായിട്ട്. ഭീമവിക്രമകനായ ആ ധൂമ്രാക്ഷ രാക്ഷസൻ യുദ്ധത്തിന് വരുന്നത് കണ്ടിട്ട് ആ കുരങ്ങന്മാരെല്ലാവരും സന്തോഷത്തോടുകൂടി അർത്ഥ വിളിച്ചു എന്ന് പറയാണ്. ഘോരവൃക്ഷങ്ങൾ കൊണ്ടും ശൂലം, മുദ്ഗരം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടും പരസ്പരം പ്രഹരിച്ചുകൊണ്ട് ആ വാനരന്മാരും രാക്ഷസന്മാരും അവിടെ അങ്ങനെ ഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു. ഘോരന്മാരായ രാക്ഷസന്മാരെ അരിഞ്ഞ് വീട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി. വാനരന്മാർ മരങ്ങൾ കൊണ്ടൊക്കെ അടിച്ച് നിലംപരിച്ചാക്കുകയും ചെയ്തു. കലി കയറിയ രാക്ഷസൻ വളരെ വേഗത കൂടിയതും വളരെ ശക്തിയുള്ളതുമായ അസ്ത്രങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് വാനരന്മാർക്ക് നേരെ എടുത്തു. പെരുത്ത ഗതകൾ കൊണ്ടും പട്ടിശം കൊണ്ടും കൂടം, മുദ്ഗരം തുടങ്ങിയവ കൊണ്ടും ഘോരമായ പരിഖം കൊണ്ടും വിചിത്രമായ ശൂലങ്ങളെ കൊണ്ടും ഒക്കെ ഈ വാനരന്മാരെ പീഡിപ്പിച്ചു. അവർ വളരെ കോപത്തോടുകൂടി ഭയമൊട്ടുമില്ലാതെ തിരിച്ചും അടിക്കാൻ ആരംഭിച്ചു എന്ന് പറയണം. അമ്പേറ്റ് മെയ്മുറിഞ്ഞവരും ശൂലമേറ്റ് ഉടൽ വീണ്ടവരും ആയ വാനരവീരന്മാർ കല്ലും മലകളും മരങ്ങളും കയ്യിലേന്തി ആ രാക്ഷസന്മാരുടെ നേരെ വളരെ വേഗത്തിൽ സഞ്ചരിച്ചു. തങ്ങളുടെ പേരുകളും അവർ വിളിച്ചു പറയുകയുണ്ടായി എന്ന് പറയാണ്. കൊമ്പുകൾ നിറഞ്ഞ മരങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള കല്ലുകളെ കൊണ്ടും വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ നടന്ന യുദ്ധം ഘോരവും അത്ഭുതകരവുമായിരുന്നു. വിജയമത്തന്മാരായ മർക്കടന്മാരാലെ മർദ്ദിതരായി ചോര കുടിക്കുന്ന ചിലരൊക്കെ വായിൽ കൂടി ചോര ഛർദ്ദിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. ചിലരുടെ ശരീരഭാഗങ്ങളൊക്കെ കീറി മുറിഞ്ഞു. ചിലരെ മരങ്ങൾ കൊണ്ട് ചതച്ച് കുന്നുപോലെ കൂട്ടിയിട്ടു. ചിലരെ കല്ലെറിഞ്ഞ് പൊട്ടിച്ചു. ചിലരെ പല്ലുകൊണ്ട് കടിച്ചു കീറി. ചിലരെ വാളുകൊണ്ട് തീരുകളും കുട്ടികളുമൊക്കെ വെട്ടിയിട്ടു. ഇങ്ങനെയൊക്കെ ആ രാക്ഷസന്മാർക്ക് വലിയ ദുഃഖം ഉണ്ടാക്കി തീർത്തു എന്ന് പറയാണ്. ഇങ്ങനെ മർക്കടന്മാരുടെ കയ്യിൽ നിന്ന് പരാജയമണയുന്നു എന്ന് കണ്ടപ്പോൾ ആ രാക്ഷസൻ അവിടെ നിന്ന് വീണ്ടും ശക്തത്വമായ രീതിയിൽ വാനരന്മാർക്ക് നേരെ യുദ്ധം ആരംഭിച്ചു എന്ന് പറയണം. കുന്തം കൊണ്ടുള്ള കൊണ്ടിട്ട് ചില വാനരന്മാരെല്ലാവരും ചോരയൊക്കെ ഒലിപ്പിക്കാൻ തുടങ്ങി. മുൾത്തടി കൊണ്ടുള്ള അടിയേറ്റ് ചിലരൊക്കെ ഭൂമിയിൽ വീണു. പരിഖം കൊണ്ട് ചിലർ പിടിതരായി. ചിലർ ബിന്ദിപാലം കൊണ്ട് പിളർക്കപ്പെട്ടു. ചിലരെ പട്ടിശം കൊണ്ടുള്ള തല്ലേറ്റ് വശം കെട്ട് മരണമടഞ്ഞു. ചോരയിൽ കുളിച്ച ചില കുരങ്ങന്മാർ നിലത്ത് വീണ് ചത്തു. കോപമാണ്ട രാക്ഷസന്മാരാൽ ഒടിപ്പിക്കപ്പെട്ട ചില കുരങ്ങന്മാർ എങ്ങോ പോയി മറഞ്ഞു. ചിലർ നെഞ്ചു പിളർന്നവരായി തീർന്നു. ചിലർക്ക് തൃശൂലം കൊണ്ടുള്ള കുത്തേറ്റ് അവയുടെ കുടൽമാലയൊക്കെ പുറത്തു വന്നു. കല്ലുകൊണ്ടും വൃക്ഷം കൊണ്ടുമൊക്കെയുള്ള ആ യുദ്ധം വളരെ സങ്കീർണമായി തീർന്നു എന്ന് പറയാണ്. ആ വില്ലിൻ്റെ ഞാണ ഒരു വീണ പോലെയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന മധുരവും എക്കിളാകുന്ന താളത്തോടു കൂടിയതും ഞരക്കമാവുന്ന ഗാനത്തോടും ആവുന്ന ആ സംഗീത കച്ചേരി അവിടെ ആരംഭിച്ചു എന്നാണ് വാത്മീകിയുടെ പറയുന്നത്. വില്ലേന്തിയ ധൂമ്രാക്ഷൻ പോർക്കളത്തിൽ ചിരിച്ചുകൊണ്ട് ആ അസ്ത്രങ്ങളെ പൊഴിച്ചുകൊണ്ട് വാനരന്മാരെ നാലാ പാടേക്കും ഓടിച്ചു കളഞ്ഞു എന്ന് പറയണം. ഇങ്ങനെ ധൂമ്രാക്ഷൻ്റെ മർദ്ദനം കൊണ്ട് സേന ശിഥിലമാകുന്നു എന്ന് കണ്ടപ്പോൾ ആ ഹനുമാൻ നേരിട്ട് തന്നെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടു. അദ്ദേഹം ഒരു ശിലയെടുത്ത് ആ ധൂമ്രാക്ഷൻ്റെ തേരിഞ്ഞ് നേർക്കെറിഞ്ഞു. പഞ്ഞു വരുന്ന ആ ശില കണ്ടപ്പോൾ ഗതയുമെടുത്ത് അവൻ തേരിൽ നിന്ന് ചാടി എന്ന് പറയണം. ആ ശില കൊണ്ട് ആ തേരിൻ്റെ ചക്രവും നുകത്തണ്ടും കുതിരയും കൊടിയും വില്ലും എല്ലാം ആ ശില കൊണ്ട് ഹനുമാൻ തകർത്തു എന്ന് പറയുന്നത്. അവൻ്റെ തേര് തകർത്തതിന് ശേഷം ആ ഹനുമാൻ കമ്പും കൊമ്പും ഉള്ള മരങ്ങൾ എടുത്തുകൊണ്ട് അവരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. മരങ്ങൾ കൊണ്ടുള്ള തല്ലേറ്റ് ധാരാളം രാക്ഷസന്മാർക്ക് അപകടം സംഭവിച്ചു.
വീണ്ടും ഒരു ഗിരീശ്വരഖരവും എടുത്തുകൊണ്ട് ധൂമ്രാക്ഷൻ്റെ നേർക്ക് അദ്ദേഹം ചാടി വീണു. ചാടി വരുന്നവൻ്റെ നേർക്ക് വീര്യവാനായ ധൂമ്രാക്ഷൻ അലറിക്കൊണ്ട് വേഗം ഓടിച്ചെന്നു. എന്നിട്ട് നിറയെ മുള്ളുകളുള്ള ഒരു ഗദ കൊണ്ട് ആ ഹനുമാനെ അടിച്ചു എന്ന് പറയാണ്. പക്ഷേ ആ മുള്ളു നിറഞ്ഞ ഗദ കൊണ്ട് അടിച്ചിട്ടും ഹനുമാന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൊടുമുടി കൊണ്ട് ആ ധൂമ്രാക്ഷനെ ഒറ്റയടിക്ക് തന്നെ തല തകർത്ത് ഭൂമിയിൽ വീഴ്ച്ചു. അങ്ങനെ ധൂമ്രാക്ഷൻ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ ചാകാതെ ബാക്കിയായുണ്ടായിരുന്ന എല്ലാ രാക്ഷസന്മാരും കുരങ്ങന്മാരുടെ തല്ലുകളൊക്കെ കൊണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ സർഗം ഇവിടെ സമാപിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.